പിന്നെ മോശമില്ലല്ലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ശ്രീ വിഷ്ണു ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ ഗുഡ് ഈവനിങ്. ക്ലിയർ ആയില്ലായിരുന്നു സർ. ഇല്ല, അയച്ചത് ക്ലിയർ ആയില്ലേ? ഞാൻ ഒന്നുകൂടി അയച്ചുതരാം കേട്ടോ. ഞാൻ ഇവിടുന്ന് അയച്ചോണ്ടായിരിക്കാം. അതല്ല മിസ്, അതിന്റെ ആദ്യത്തെ വാക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഏതാ മോനെ, ഏതാ മനസ്സിലാവാത്തത്? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ വാക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഈ ഹം സമയ കി ഖാതിർ കൈസേ കർ സക്തേ ഹേ ക്വസ്റ്റ്യൻ ആണോ? നോക്കിയേ നിങ്ങള്. അതിന്റെ ആദ്യത്തെ വേർഡ് ഖൂബ് മെഹനത്ത് കർക്കെ എന്നാണ് അതിന്റെ ആൻസർ. ഖൂബ് മെഹനത്ത് കർക്കെ. കേട്ടോ? എന്താണ് മനസ്സിലായ മോനെ ജസ്റ്റസേ? ഓക്കെ. ജോയൽ ആതിര അല്ലേ? ആതിര ഓക്കെ. നിജാദ് അഫ്രാസ് ഹെവൻ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഗുഡ് മോർണിംഗ്. ഉറങ്ങി കഴിഞ്ഞിട്ടാ എന്താണ് ഇങ്ങനെ? വേഗം പറഞ്ഞേ, മാറ്റി പറഞ്ഞേ വേഗം. നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ്. ഓക്കെ. മുഹമ്മദ് ഷാനിഫ്, നിജാദ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഒക്കെ റെഡിയായി എടുത്തു വെച്ചേ. അഫ്രാസ് ഒന്ന് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യും. നിജാദ് ജസ്റ്റസ് വീഡിയോ ഓൺ ആക്കുമ്പോ ക്ലിയർ ആവുന്നില്ല. വീഡിയോ ഓൺ ചെയ്യുമ്പോ ക്ലിയർ ആവുന്നില്ല അല്ലേ? എന്താ ചെയ്യണ്ടേ? മിസ് പറഞ്ഞ കേൾക്കാമോ? വർക്കൗട്ട്സ് എല്ലാം കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ മിസ് അയച്ചത് ഓക്കെ എഴുതി നിങ്ങള് മുഴുവൻ കഴിഞ്ഞല്ലേ? എന്തെങ്കിലും അതിൽ ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ മിസ്സിനൊന്ന് ചോദിച്ചു നോക്കണേ. തെറ്റ് എഴുതി വെക്കരുത്. ഓക്കെ. ഹരി വീഡിയോ ഓൺ ചെയ്. ഹരിക്ക് രാവിലെ ഒന്നും കേൾക്കാൻ പറ്റിയില്ലേ?
ഓക്കെ. അപ്പൊ അതിലെ വർക്കുകളെല്ലാം കഴിഞ്ഞില്ല ലെസണിന്റെ? സമയിക്ക ദേവത എന്ന ലെസണിന്റെ എല്ലാ വർക്കുകളും എഴുതിയില്ലേ നമ്മള്? എഴുതി. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു തന്നു അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നോട്ട് ഒന്ന് നോട്ടിൽ എഴുതാനുള്ള നോട്ടിലേക്ക് എഴുതിയിട്ട് അയക്കുക. അതുപോലെ ടെക്സ്റ്റിൽ എഴുതാനുള്ളത് ടെക്സ്റ്റിലും എഴുതിയിട്ട് അധിക സമയം എടുക്കാതെ തന്നെ എഴുതി അയക്കുക. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് റിവിഷൻ വേണ്ടേ? ഒന്ന് ഏത് ലെസണാ പഠിക്കുന്നൊന്ന് പറഞ്ഞേ. ഒരു എക്സാം വേണ്ടേ? എക്സാം വേണ്ട അല്ലേ? നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നോളാന്നാ? എക്സാം വേണ്ടേ നമുക്ക്? സമയിക്ക ദേവതാന്റെ ലെസൺ റെഡി ആയിട്ട് വരുമോ പഠിച്ചിട്ട്? സമയിക്ക ദേവതാന്റെ ലെസൺ, അതിലെ വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതുപോലെ ഓപ്പോസിറ്റ് വേർഡ്, അതുപോലെ പരസർഗങ്ങൾ ചേർക്കുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതൊക്കെ. ബാക്കിയുള്ളവ വേണ്ട. കിസ്നെ കഹ, കിസ്സെ കഹ, അത് വേണ്ട. അടുത്ത ശനിയാഴ്ച ആണോ? നെക്സ്റ്റ് സാറ്റർഡേ ഒരു പീരീഡ് നമുക്ക് എക്സാം വെക്കാം, ഒരു പീരീഡ് ക്ലാസ് കൊടുക്കാം. സമയിക്ക ദേവതാന്റെ ലെസണില് വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാനുള്ളതും പിന്നെ അതിന് മുന്നേ വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ ഓപ്പോസിറ്റ് വേർഡ്, ഇതൊക്കെ പഠിച്ചിട്ട് വരിക. ക്വസ്റ്റ്യൻ ആൻസറിന്റെ മൂന്നാമത്തെ ആൻസർ ഒന്ന് പറഞ്ഞു തരുമോ? മൂന്നാമത്തെ ആൻസറാ? ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതി ഒന്നും കൂടി നോക്കിക്കോ, മിസ് വേണമെങ്കിൽ വായിച്ചു തരാം. സമയിക്ക ഗീത് ക്യാ ഹെ? സമയത്തിന്റെ ഗീതം എന്താണ്? എന്താണ് ആ ഗീതം? സമയ് മേരെ ദ്വാർ പർ ആയേഗ, മേരാ ഭാഗ്യ ജഗായേഗ. അതാണ് സമയത്തിന്റെ ഗീതം അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹം സമയ കി ഖാതിർ കൈസേ കർ സക്തേ ഹെ? നമ്മുടെ അടുത്തേക്ക് സമയം വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖൂബ് മെഹനത്ത് കർക്കെ, നമ്മളെ നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ എന്ത് വരുള്ളൂ? സമയിക്ക ദേവത നമ്മുടെ അടുത്ത് എത്തുള്ളൂ അല്ലെ? ഖൂബ് മെഹനത്ത് കർക്കെ. എങ്ങനെയാണ് വരുക സമയത്തിന്റെ ദേവത? ഖൂബ് മെഹനത്ത് കർക്കെ, നന്നായി പരിശ്രമിച്ചാൽ. തേർഡ് ക്വസ്റ്റ്യൻ, സമയ് ഭാഗ്യ കോ കൈസേ ബദൽത്തേ ഹെ? എങ്ങനെയാണ് സമയം ഭാഗ്യത്തിനെ മാറ്റുന്നത്? എങ്ങനെയാണ്? സമയ് ജോ സബ്കെ പാസ് ജാത്താ ഹെ, അതാണല്ലോ മൂന്നാമത്തെ ആൻസർ. ജസ്റ്റസ് സമയ് ജോ സബ്കെ പാസ് ജാത്താ ഹെ. സമയം എന്ന് പറഞ്ഞത് ഏതവന്റെ അടുത്തേക്കാണോ പോകുന്നത്, സബ്കെ ഭാഗ്യ ജഗാത്തേ ഹെ, അവർക്കാണ് ഭാഗ്യമുണ്ടാകുന്നത്. എന്താ ജസ്റ്റസ്? പാസ് കഴിഞ്ഞിട്ട് ജാത്താഹേ എന്നല്ലേ? പാസ് കഴിഞ്ഞിട്ട് ജാത്താഹേ എന്നാണ്, ജാത്താഹേ. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നത് ജഗാത്താഹേ ആണ്, ഭാഗ്യ ജഗാത്താഹേ. ഫസ്റ്റ് ജാത്താഹേ പറഞ്ഞുതരാം. സമയ് ജോ സബ്കെ പാസ് ജാത്താഹേ, പോകുന്നു. സബ്കെ ഭാഗ്യ ജഗാത്താഹേ, ജഗാത്താഹേ എന്ന് പറഞ്ഞാൽ ഉണർത്തുന്നു. ആരുടെ അടുത്താണോ സമയം പോകുന്നത് അപ്പൊ അവർക്ക് എന്താവുന്നു? ഭാഗ്യം ഉണ്ടാകുന്നു, ഭാഗ്യം ഉണ്ടാകുന്നു എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഡൗട്ട് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക. ഇനി നെക്സ്റ്റ് ഓരോ ലെസണും കഴിഞ്ഞ് പോവാൻ ഇടവരുത്തത്. ഓരോ ലെസൺ കഴിഞ്ഞ് ആ സമയത്ത് തന്നെ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സംശയം തീർത്തിട്ട് നെക്സ്റ്റ് ലെസൺ എടുക്കാം നമുക്ക്. അല്ലാതെ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഇനിയുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? രാമുനെ ഔരോങ്കോ ക്യാ സന്ദേശ് ദിയ? രാമു മറ്റുള്ളവർക്ക് വേണ്ടി, ഔരോങ്കോ എന്ന് പറഞ്ഞാൽ അന്യർക്ക്, മറ്റുള്ളവർക്ക് എന്നാണ് അർത്ഥം. എന്ത് സന്ദേശമാണ് നൽകിയത്?
എന്താണ് രാമു മറ്റുള്ളവർക്ക് സന്ദേശം നൽകിയത്? പരിശ്രം കർക്കെ സുഖി ഔർ ധനി ഹോ ജാതാ ഹെ. എന്താണ്? നന്നായി പരിശ്രമിച്ചാല് നമ്മൾ എന്താവും? നമ്മുടെ ജീവിതം നല്ല സുഖവും അതുപോലെ ധനവും ഉള്ളതായി മാറുന്നു അല്ലെ, പണക്കാരനായും മാറുന്നു. നന്നായിട്ട് പരിശ്രമിച്ചാല്, അധ്വാനിച്ചാല് അല്ലേ? അതല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം? യെസ്. പരിശ്രം കർക്കെ സുഖി ഔർ ധനി ഹോ ജാതാ ഹെ. അപ്പൊ 4 ക്വസ്റ്റ്യൻ ആൻസറും മനസ്സിലായോ? ജസ്റ്റേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോനെ? ജസ്റ്റേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ക്വസ്റ്റ്യൻ ആൻസറോ ഏതില്ലെങ്കിൽ? ക്വസ്റ്റ്യന്റെ ആദ്യത്തെ വാക്കെന്നാ വെച്ചാ? എന്താ മോനെ? 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ വാക്കെന്നാ? 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ വേർഡോ? പരിശ്രം കർക്കെ. പരിശ്രം. പരിശ്രം കർക്കെ സുഖി ഔർ ധനി ഹോ ജാതാ ഹെ. परिश्रम करके सुखी और धनी हो जाता है. परिश्रम करके सुखी और धनी हो जाता है. ओके आयो? परिश्रम करके सुखी और धनी हो जाता है. തെറ്റാതെ എഴുതണേ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അതിൽ ആ ലെസണിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും വർക്ക് ചെയ്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? എല്ലാം ക്ലിയർ ആയി മനസ്സിലായോ? ജോയൽ ശ്രദ്ധിക്കുന്നുണ്ടോ മോനെ ക്ലാസ്സില്? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ലെസൺ എടുക്കാന്നല്ലേ? നെക്സ്റ്റ് ലെസൺ പേജ് നമ്പർ 24. പേജ് നമ്പർ 24. ഹലീമ വീഡിയോ ഓൺ ചെയ്തേ. ജീവ ജീവ ഓക്കെ ആണോ? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലേ മോനെ? പേജ് നമ്പർ 24 എടുക്ക. നെക്സ്റ്റ് ലെസൺ ദീപാവലി. ദീപാവലി. ദീപാവലി പറഞ്ഞാൽ അറിയോ എന്താന്ന്? എന്താ എന്താണ് ദീപാവലി? ദീപാവലി പറഞ്ഞ ദീപാവലി അല്ലേ? എന്താ മോനെ? ഏതോ ഒരു രാമനാണ് ആഘോഷിക്കുന്നത്. ആരെയോ ഹെവൻ എന്താ പറഞ്ഞേ? ഏതോ ആരെയോ വന്നാൽ ക്ലിയർ ആവുന്നില്ല.
ഹരി എന്താ പറയാൻ വിചാരിച്ചത്? ഹരി ഫെസ്റ്റിവൽ ആഘോഷല്ലേ? ആ അതെ അതെ, ഒരു ആഘോഷം, ഒരു ഫെസ്റ്റിവൽ ആണ് അല്ലേ? എന്താ ആഘോഷം? ദീപാവലി എന്ന് പറഞ്ഞാൽ മലയാളം വേർഡാണ്. ദീപാവലി, ദീപങ്ങളുടെ ആവലി, ദീപങ്ങളുടെ കൂട്ടം അല്ലേ? കുറെ ദീപങ്ങളുടെ ഒരു കൂട്ടമാണ് ദീപാവലി അല്ലേ? അതറിയില്ലേ നിങ്ങൾക്ക്? ആ, കുറെ ദീപങ്ങളൊക്കെ കത്തിച്ചു വെക്കുന്ന ആ ദിവസം അല്ലേ? ദീപാവലി. അപ്പൊ എന്താണ് ഇവിടെ ദീപാവലി? നമുക്ക് നോക്കാം. നിങ്ങൾ പറയുന്ന ദീപാവലി ആണോ ഇതിൽ? നമുക്ക് നോക്കാലോ ഒന്ന്. ടെക്സ്റ്റ് നോക്കണേ. ഹലീമ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. കഥയാണോ അതോ എന്താ? എന്താ മോനെ? കവിത, കവിത, കവിതയാണത്. ദീപാവലി കേട്ടോ. നിങ്ങളൊരു കാര്യം, നിങ്ങൾ നല്ല പാട്ട് പഠിച്ചവരൊക്കെ അല്ലേ? നല്ല രീതിയിൽ നിങ്ങൾ പാടണേ വീട്ടിലിരുന്നിട്ട്. കൊറോണ സമയമല്ലേ, അതുകൊണ്ട് ആരും കേൾക്കില്ല നിങ്ങളെ വീടിനുള്ളിൽ നിന്ന് പാടുന്നത് കേട്ടാ. ദീപാവലി നോക്കുക. കാർത്തിക മാസ് അമാവസ്ക प्यारी दिवाली आती है, दीप दीप से जगमग करती गली गली सब जाती है, बंटते मेवे घील बताशे चलते हैं रॉकेट पटाखे, हिलती फुलझड़िया मनार तो भजते ढोल व ताशे, होता है लक्ष्मी का पूजन, घर घर खुशी मनाते हैं, दिवाली की बधाइयाँ देने हम सब घर घर जाते हैं, क्यों होती है जगमग सारी, क्यों आती है ये दिवाली, बच्चों तुमको दिवाली की गाथा आज सुनाते हैं। 14 वर्ष बिताकर वन में राम अयोध्या आए, जनता ने उनके स्वागत में घी के दीप जलाए. അത് മനസ്സിലായോ? ലക്ഷ്മി ദേവി എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാം ലക്ഷ്മി ദേവിയുടെ പൂജയാണ് ആ ദിവസം അല്ലേ? ആ, അപ്പൊ നോക്കുക. കാർത്തിക മാസ് അമാവസ്ക പ്യാരി ദീവാലി ആത്തി ഹേ. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾ നോക്കിയോ ഒന്ന് മിസ് വായിക്കുമ്പോ? ആ, ആദ്യം നല്ല ട്യൂണിൽ പാടുന്നുണ്ട് അവിടുന്ന്. कार्तिक मास अमावस का प्यारी दिवाली आती है, दीप दीप से जगमग करती गली गली सज जाती है. കാർത്തിക മാസത്തിലെ അമാവാസി ദിവസമാണ് ഇത് നമ്മുടെ ഇഷ്ടമുള്ള ദീപാവലി എന്ന ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. കാർത്തിക മാസം എന്ന് പറഞ്ഞാൽ അറിയോ? കലണ്ടർ കണ്ടിട്ടുണ്ടോ? എവിടാ? ഫോണിലല്ലേ കലണ്ടർ കണ്ടത്? പിന്നെ എവിടെ ഉള്ളത്? എത്ര പേരുടെ വീട്ടിൽ കലണ്ടർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയേ? എത്ര പേരുണ്ടെന്ന് കൈയുയർത്തി പഠിച്ചേ നോക്കട്ടെ. കലണ്ടർ കണ്ടിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫോണിൽ മാത്രമുള്ള കലണ്ടർ ആണോ കണ്ടത്. ആ കലണ്ടർ ഒന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എടുത്തു. ആ ഓക്കെ ഓക്കെ, കണ്ടു. ജസ്റ്റ് എനിക്ക് കലണ്ടർ കാണിച്ചു തരികയാണ്. നോക്കുക. ശ്രീവിഷ്ണു അവിടെ ചെയർ മാത്രല്ലേ കാണുള്ളൂ. ശ്രീവിഷ്ണു എവിടെ പോയി? ശ്രീവിഷ്ണു ഇല്ല. ശ്രീവിഷ്ണു ഇരുന്ന ചെയർ മാത്രം ഉണ്ട്. ആ ഓക്കെ, ശ്രീവിഷ്ണു കാണിച്ചു തരുന്നുണ്ട് കലണ്ടർ. ഓക്കെ, ആ കലണ്ടറിൽ മിസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കണം. നിങ്ങളെ വീട്ടിലുള്ള കലണ്ടറിൽ എന്താണ് നമ്മള് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഉള്ള മാസങ്ങൾ കാണാറില്ലേ? അത് കാണാറുണ്ടോ? ജനുവരി, ഫെബ്രുവരി. ഇപ്പൊ ഏത് മാസാ? ഒക്ടോബർ ആയിട്ട് മറന്നുപോലെ ഒക്ടോബർ ആണ്. ഒക്ടോബർ 2 ഇന്നലെ ഗാന്ധി ജയന്തിക്ക് നമ്മൾ ഇന്നലെ പ്രതിജ്ഞ എടുത്തു. ഇനി ഫോൺ ഉപയോഗിക്കില്ല, എന്നാൽ ഫോൺ അനാവശ്യം ഫോൺ ഉപയോഗിക്കില്ല എന്നും കൂടി പ്രതിജ്ഞ എടുത്തു. ഒന്നും മറന്നു പോയേക്കരുത്. ശ്രീവിഷ്ണു ഓക്കെ. അത് കഴിഞ്ഞ അതിന്റെ വലത് സൈഡില് അശ്വിനം, ഫാൽഗുനം എന്ന് പറഞ്ഞിങ്ങനെ ഒരു മാസമുണ്ട്. മലയാള മാസം വേറെയുണ്ട്. ചിങ്ങം, കന്നി, തുലാം അല്ലേ? കണ്ടിട്ടുണ്ടോ അതെല്ലാം? ഒന്ന് നോക്കണേ. അശ്വിനം, അതുപോലെ ആഷാഢം, യെസ്, ജ്യേഷ്ഠം, അതന്നെ.
അപ്പൊ അങ്ങനെ ഒരു അപ്പൊ അത് മലയാള മാസം കന്നി, അതൊക്കെ കാണുന്നത് മലയാള മാസം. അപ്പൊ ഇവിടെ എന്താണ് കാർത്തികം, അതിലാണ് കാർത്തിക മാസത്തിലാണ് അമാവാസി ദിവസം ദീപാവലി ആഘോഷിക്കുന്നത് കേട്ടോ. ദീപ് ദീപ് സേ ജഗ്മഗ് കർത്തി ഗലി ഗലി സജ് ജാത്തി ഹേ. എന്താ ചെയ്യുന്നത് ദീപാവലി ആയ ദിവസം? രാത്രിയിലെ എല്ലായിടങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും, ടൗണുകളിലും എല്ലാ സ്ഥലങ്ങളിലും ദീപങ്ങൾ കത്തിച്ചു വെക്കുന്നു, ജ്വലിക്കുന്നു. ജ്വലിക്കുന്ന ദീപങ്ങൾ കാണാം, കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപങ്ങൾ കാണാം. ഒന്നോ രണ്ടോ അല്ല, കുറെ അനവധി ഉണ്ടാവും എല്ലായിടങ്ങളിലും, ടൗണുകളിലും ഒക്കെ. അപ്പൊ ദീപാവലിക്ക് എന്താ നമ്മൾ ചെയ്യുന്ന? ദീപങ്ങളെ കത്തിച്ചു വെക്കുന്നു അല്ലെ. ബണ്ടത്തെ മേവേ ഘീല് ബദാശേ ചൽത്തേ ഹേ റോക്കറ്റ് പടാഖെ. പിന്നെ എന്ത് ചെയ്യുന്നു? കുട്ടികള് മധുരമുള്ള പലഹാരങ്ങള്, കേക്കുകള്, മിഠായികൾ ഇതൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ആ ദിവസം. പിന്നെ അതുപോലെ തന്നെ പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട്. ഓരോരോ സ്ഥലങ്ങളില് പടക്കങ്ങൾ പൊട്ടിക്കുന്നു. പിന്നെയോ ഖിൽത്തി ഫുൽझടിയാം അനാർത്തോ ബജത്തെ ഢോൽ ബതാശെ. താശയെന്ന് പറഞ്ഞാല് ഈ ചീട്ടില്ലേ, ചീട്ട് കളിക്കുന്നത്, ഒരു തരം കാർഡ് ഗെയിം കളിക്കുന്നത്, അതാണ് ചീട്ട് കളിക്കുന്നത്. പിന്നെ അതുപോലെ ഇങ്ങനെ ഈ വാദ്യോപകരണങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് ഡാൻസ് ചെയ്യുന്നു ചിലവര്. അങ്ങനെയാണ് ആ ദീപാവലി ദിവസം ചെയ്യുക. ഓരോ നാട്ടിലെ ഓരോ ഇതുപോലെ രീതി പോലെ. ഓക്കെ. അതുപോലെ തന്നെ ഹോത്താഹേ ലക്ഷ്മി കാ പൂജൻ. എന്താ അവരെല്ലാരും കൂടി ചെയ്യുന്നത്? എന്താണ് എല്ലാവരുടെ ഉദ്ദേശം? ലക്ഷ്മി ദേവിയെ പൂജിക്കുക. ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന ദിവസമാണ് ദീപാവലി. അപ്പൊ നമ്മൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. ഘർ ഘർ ഖുശി മനാത്തെ ഹേ. എല്ലാവരുടെ വീട് വിടാന്തരം എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ. ദീപാവലിക്ക് ബധായിയാം ദേനെ ഹം സബ് ഘർ ഘർ ജാത്തെ ഹേ. നമ്മളെ ദീപാവലിയുടെ ആശംസകൾ, ആ ബ്ലെസ്സിങ് നേരാൻ വേണ്ടി എല്ലാവരും അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ബ്ലെസ് ചെയ്യുന്നു, വിഷ് ചെയ്യുന്നു അല്ലെ. ഓക്കെ. ക്യോം ഹോത്തി ഹേ ജഗ്മഗ് സാരി ക്യോം ആത്തി ഹേ ഏ ദീവാലി. നിങ്ങൾക്കറിയോ എന്താണ് ഇപ്പൊ ഈ ദീപാവലിയുടെ കഥ എന്താന്ന് മനസ്സിലായോ? എന്താണ് ദീപാവലി എന്താണെന്ന് മനസ്സിലായോ? ബച്ചോ തുംകോ ദീപാവലിക്ക് ഗാഥ ആജ് സുനാത്തെ ഹേ. ദീപാവലിക്ക് ഒരുപാട് കഥകള് അതിന്റെ ഭാഗമായിട്ട്, ദീപാവലിയുടെ ഭാഗമായിട്ട് ഒട്ടനവധി കഥകൾ ഇന്ന് ലോകത്തില് പ്രചരിക്കുന്നുണ്ട്, കേൾക്കാൻ വേണ്ടി സാധിക്കുന്നു. 14 വർഷ ഭിതാക്കർ വൻമേം. അതിൽ കുറെ എണ്ണം കഥകളുണ്ട് ദീപാവലിയുമായി ബന്ധപ്പെട്ട്, കുറച്ച് കഥകളുണ്ട്. എന്തൊക്കെയാണെന്ന് ഇത് ഏകദേശം കുറച്ച് കഥകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? 14 വർഷ ഭിതാക്കർ വൻമേം രാം അയോധ്യ ആയേ. ശ്രീരാമനെ അറിയോ? സീതേനെയും രാമനെല്ലാം അറിയാ? രാമൻ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലത്തെ രാമേട്ടനൊന്നല്ല കേട്ടോ. ശ്രീരാമനെ അറിയോ? ശ്രീരാമനെ അറിയാം. ജോയലെ ഒരു കണ്ണ് പോത്തിരുന്ന് നോക്കണ്ട മിസ്, നേരെ നോക്കിയേ. അപ്പൊ ശ്രീരാമനെ അറിയാം. ശ്രീരാമന്റെ വനവാസത്തെ കുറിച്ചെല്ലാം അറിയോ? എന്തെങ്കിലും സീരിയല് കഥയെ ചോദിക്കുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം അല്ലെ. ശ്രീരാമന്റെ വനവാസത്തെ കുറിച്ചൊന്നും ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റില്ല എന്നാണോ? അറിയോ വനവാസത്തെ കുറിച്ച്? ഹലീമക്ക് അറിയോ? ഇല്ല, ചിരിച്ചടന്ന് മരിക്കാണ്. നോക്കുക, അത് ശ്രീരാമൻ എന്താണ് 14 ദിവസം തന്റെ അച്ഛനോട് പറഞ്ഞ വാക്ക് പ്രകാരം എന്താണ് 14 ദിവസം വനവാസത്തിന് പോകുന്നുണ്ട് അല്ലെ. തിരിച്ചു വന്നപ്പോഴ് രാം അയോധ്യ ആയേ. 14 വർഷം വനവാസത്തിന് പോയിട്ട് തിരിച്ച് അയോധ്യയിൽ വന്നു. 14 ദിവസം അല്ല കേട്ടോ, 14 വർഷം. 14 വർഷം വനവാസം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് വന്നപ്പോഴ് ജനതാനെ ഉൻകെ സ്വാഗതമേ. അയോധ്യയിലെ ജനങ്ങള് ശ്രീരാമ ഭഗവാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഘീ കെ ദീപ് ജലായ. ഘീ മീൻസ് നെയ്യ്. നെയ്യ് ഉപയോഗിച്ച് വിളക്കുകൾ കൊളുത്തി എന്നാണ് പറയുന്നത് ഒരു കഥ. ദീപാവലിയുടെ ഒരു കഥ അതാണ്. ശ്രീരാമദേവൻ
ശ്രീരാമ ഭഗവാൻ എന്താണ് 14 വർഷം വനവാസത്തിന് പോയി തിരിച്ച് വരുന്ന സമയത്ത്, അയോധ്യയിലേക്ക് വരുന്ന സമയത്ത് അയോധ്യയിലെ ജനങ്ങള് ശ്രീരാമ ഭഗവാനെ എന്താണ് സ്വീകരിക്കാൻ വേണ്ടി, സ്വാഗതം ചെയ്യാൻ വേണ്ടി നെയ്യ് ഉപയോഗിച്ച് വിളക്കുകൾ കൊളുത്തി എന്നതാണ് ഒരു കഥ. അതാണ് ദീപാവലിയുടെ, അതാണ് ഇപ്പോഴും ജനങ്ങള് ദീപങ്ങള് കത്തിച്ചിട്ട് ദീപാവലി കുറെ ദീപങ്ങൾ കത്തിച്ച് അലങ്കരിച്ച് വീടാന്തരം ദീപങ്ങൾ കത്തിക്കുന്നതാണ് ഒരു കഥയുടെ സന്ദേശം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്? നെക്സ്റ്റ് പേജില് दयानंद स्वामी ने इस दिन परम धाम था पाया, इसलिए वह दिन उनका निर्वाण दिवस कहलाया. ദയാനന്ദ സ്വാമി ആ ദിവസം എന്താണ് മരിച്ചത് കൊണ്ട് ആ ദിവസം നിർവാൺ ദിവസമായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് ജനങ്ങള് വിളക്കുകൾ കൊളുത്തുന്നത്. വേറൊരു കഥ. മൂന്നാമത്തെ കഥ എന്താണ്? സച്ച് തോ യഹ് സോറി हुए इसी दिन मुक्त जेल से गुरु गोविंद बताते हैं. ഗുരു ഗോവിന്ദ് അത് ജയിലിൽ നിന്ന് മോചിതനായതുകൊണ്ട് ഇസലിയെ സിഖ് ബന്ധു രാത് ഭർ ദീപ് കൈ ജലാത്തെ ഹെ. അപ്പൊ അവിടെയുള്ള സിഖുകാരൊക്കെ രാത്രിയില് അദ്ദേഹം ജയിൽ മോചിതനായി വരുന്നത് കൊണ്ടാണ് വിളക്കുകൾ കൊളുത്തി എന്നാണ് വേറൊരു കഥ. 3 കഥകൾ മനസ്സിലായോ? ദീപാവലിയുടെ ഭാഗമായിട്ട് വരുന്ന 3 കഥകൾ കേട്ടല്ലോ. സച്ച് തോ യഹ് ഹേ, നമുക്ക് എന്തേ അറിയുള്ളൂ വാസ്തവത്തില്? ദീപ് പർവ്വതോ സബ്കെ മൻ കോ ഭാതാ ഹെ. എല്ലാവരുടെ വീട്ടിലും വീടാന്തരം ഒരുപാട് വിളക്കുകൾ കൊളുത്തി വെക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ്? സന്തോഷം നൽകുന്നു അല്ലെ. അന്ധകാർക്കോ ധൂർ ബഗാക്കർ ഘർ ആംഗൻ ഉജലാത്താ ഹെ. അത് ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതാണ് എന്ത്? വെളിച്ചം അല്ലെ, ലൈറ്റ് അല്ലെ, ദീപങ്ങള് ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. അപ്പൊ നമുക്ക് എന്തേ അറിയാനുള്ളൂ? അന്ധകാർക്കോ ബഗാത്താ ഹെ, ആ ഇരുട്ടിനെ ഇല്ലാതാക്കി തീർക്കുന്നു എന്ന് മാത്രമാണ് അതിന്റെ ചുരുക്കം. ദീപാവലി. ഇപ്പൊ ദീപങ്ങൾ കാണുമ്പോൾ, കുറെ ദീപങ്ങൾ കാണുമ്പോൾ നല്ല ആ ഇരുട്ടില്, പകൽ സമയത്താണ് നമ്മൾ ദീപങ്ങൾ കത്തിച്ചു വെക്കുന്നത് ദീപാവലി ദിവസം അല്ല, രാത്രിയിലാണ് അല്ലെ. അപ്പൊ ആ രാത്രിയിൽ ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ കൊളുത്തി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നും, ഹാപ്പി ആവും. പിന്നെ എന്താണത്? അന്ധകാരം, ഇരുട്ടിനെ ഇല്ലാതാക്കി തീർക്കുന്നു, ഇരുട്ടിനെ തീർത്തും ഒഴിവാക്കുന്നു എന്നാണ് സത്യാവസ്ഥ അല്ലെ. അപ്പോ ലക്ഷ്മി ദേവിയെ പൂജിക്കാൻ എന്ന് പറയുന്നു. പിന്നെയോ ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് 14 വർഷം വനവാസത്തിന് പോയി തിരിച്ചു വരുന്ന അയോധ്യയിലേക്ക് വരുമ്പോ അവിടെയുള്ള ജനങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നെയ്യ് ഒഴിച്ച വിളക്ക് കത്തിച്ചത് കൊണ്ടാകാം ദീപാവലിക്ക് ദീപങ്ങൾ കത്തിക്കുന്നു എന്ന് കുറച്ചു പേര് പറയുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി മരിച്ച സമയം ആയതുകൊണ്ട് അതിനെ ആ നിർവാൺ ദിവസമായിട്ട് കണക്കാക്കുന്നത് കൊണ്ടും ദീപാവലിയാന്ന് പറയുന്നു. പിന്നെയോ ഗുരു ഗോവിന്ദ് ജയിൽ മോചിതനായത് കൊണ്ടാണ് സിഖുകാര് ആ മോചിതനായ ദിവസം രാത്രിയിൽ വിളക്കുകൾ കൊളുത്തുന്നു പറയുന്നു. അങ്ങനെ 3-4 കഥകളാണ് പറയപ്പെടുന്നത്. ക്ലിയർ ആയോ മക്കളെ? ദീപാവലി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? എന്താണ് ദീപാവലി? ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ലക്ഷ്മിയെ പൂജിക്കുന്നത്. പിന്നെയോ ദീപാവലിക്ക് നമ്മൾ രാത്രിയിൽ ഒരുപാട് വിളക്കുകൾ കൊളുത്തിയിട്ട് കാണാം അല്ലെ. അപ്പൊ എന്താണ് അതിനെ അർത്ഥമാക്കുന്നത്? അന്ധകാരം ഇല്ലാതാക്കുന്നു, മനസ്സിലുള്ള അന്ധകാരം, മനസ്സിലുള്ള ഇരുട്ട് ഇല്ലാതാക്കുന്നു എന്നാണ് അതിന്റെ മീനിങ് വരിക. ജുവാന എന്താ ഇത്ര ഇങ്ങനെ ചിരിക്കുന്നടാ? ചിരിച്ച് അവിടെ ഇരിക്കാനാവാത്ത അവസ്ഥയാ? ജുവാന ചിരിക്കുന്ന പറയുമ്പോ ഹലീമ ചിരിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോ ആ ലെസൺ മനസ്സിലായോ മക്കൾക്ക്? യെസ്, ഒന്ന് വായിച്ചു നോക്കണേ. നിങ്ങള് ഒന്നത് വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ മീനിങ് മനസ്സിലായോ? എന്താണ് ഇപ്പഴത്തെ ഭാഗത്തോണ്ട് കവിതന്റെ ബാക്കി?
ഏതാ മോനെ? ഇപ്പൊ ജുവാനേന്റെ വീട്ടിൽ അടിച്ചാറ് വന്നു മിസ്സേ. ഏ ജുവാനേന്റെ വീട്ടിൽ അടിച്ചാറ് വന്നു. ഇപ്പൊ കണ്ടു. ജുവാനന്റെ വീട്ടില് അടിച്ചാറ് മനസ്സിലാവല്ലോ, ഒന്നുകൂടി പറഞ്ഞേ. ജുവാനേന്റെ വീട്ടില് അജിച്ചാറ് വന്നെന്ന്. ഓ അങ്ങനെയാ. ജുവാനയുടെ വീട്ടിൽ അജിത് സാർ ഉണ്ടെന്നല്ലേ? അതായിരിക്കാം ജുവാന ഇത്ര ഹാപ്പി ആയത് അല്ലേ? ക്ലാസ്സിലൊന്നും ആയിരുന്നില്ല, ഒരേ ചിരിയായിരുന്നു അവിടെ. എന്താ ചെയ്യേണ്ടെന്ന് കഴിയുന്നില്ല. മിസ്സിനോടൊന്നും പറയുന്നില്ല, അജിത് സാറിനോടൊന്നും പറയുന്നില്ല. ജുവാന ക്ലാസ്സിൽ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആ ലെസൺ മനസ്സിലായോ? ഓക്കെ, ഒന്നൊന്ന് നിങ്ങളൊന്ന് വേഗത്തിലൊന്ന് വായിച്ച് റെഡി ആയൊന്ന്. ഞാൻ ഇപ്പൊ വായിപ്പിക്കാലോ. ഒന്ന് വേഗം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. വേഗം മിസ് ഇപ്പൊ വായിപ്പിക്കാം. വേഗം, ടൈം ആവാനായി. വേഗം. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ നിങ്ങള്? ആദ്യം നല്ല ട്യൂണില് പാടുന്നുണ്ടേ, നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. ഇപ്പൊ മിസ് ഇപ്പം പാടിക്കാം അവളെ. ആരെ ഫസ്റ്റ് വായിക്കുന്നത്? ഒന്ന് വേഗം, സമയമാറായി. വേഗം. ആദ്യം വായിക്കുമ്പോളെ ഒന്ന് ഉറക്കെ. ഓക്കെ. ओके। कार्तिक मास अमावस का प्यारी दिवाली आती है। दीप दीप से जगमग करती गली गली सज जाती है। बट्टे मेवे गिल बताशे चलते हैं। जागते पटाखे गिनती। ഹലീമ ഒരു മിനിറ്റ് മോളെ. ഹലീമ ഇങ്ങനെ കൂടുതൽ ചിരിക്കല്ലേ, ചിരിച്ച ആയുസ് കൂടും. होता ले लक्ष्मी का पूजन कर घर खुशी मनाते हैं। दिवाली की बंदियों दिन हम सब घर घर जाते हैं। ശരിക്കും കേൾക്കുന്നില്ല. हम सब घर घर जाते हैं। क्यों होती है जगमग सारी। क्यों आती है ये दिवाली। बच्चों तुमको दिवाली की गाथा आज सुनाते हैं। सुनाते हैं। 14 वर्ष बिताकर वन में राम अयोध्या आए। सीता ने उनके सौगात में घी के दीप जलाए. ഓക്കെ, ബാക്കി നമുക്ക് ഹലീമനെ കൊണ്ട് വായിപ്പിക്കാം. ആതിര. ഓക്കെ, നെക്സ്റ്റ് പേജ് ഹലീമ ഒന്ന് പാടിയേ. ഹലീമ തട്ടവും പൊത്തി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന.
ഒന്ന് വേഗം ബാക്കി നെക്സ്റ്റ് പേജിലെ പേജ് നമ്പർ 25 ഒന്ന് വേഗം ഒന്ന് വായിച്ചേപ്പിച്ചേ. ഉറക്കെ വായിക്കും. പേജ് നമ്പർ 25. ഹലീമ വായിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേ? വായിക്കുന്നില്ല. എന്താ കാരണം വായിക്കാത്തെ? ചിരിക്കാനാണ് ഇഷ്ടം. ചിരിച്ചോണ്ടേയിരിക്കാനാണ് ഇഷ്ടം. വായിക്കാനൊന്നും പഠിക്കാനൊന്നും ഇഷ്ടമല്ല. അതാണോ പറയാൻ പോന്നെ? ജസ്റ്റസ് വായിക്കുന്നുണ്ടോ മോനെ? വായിക്കേ. ബാക്കി നെക്സ്റ്റ് പേജ് നമ്പർ 25. അൺമ്യൂട്ട് ആക്ക്. എന്താ മോനെ? दयानंद स्वामी ने इस दिन परम धाम पाया, इसलिए यह दिन उनका പരം ധാം ധാ പായ എന്ന് വായിച്ചുവാ. परम धाम धा पाया, इसलिए यह दिन उनका ആയിട്ടുള്ള വാക്ക് എന്നാ സർ? ഉൻക അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് എന്നാ? നിർവാൺ ദിവസ് കഹലായ. നിർവാൺ ദിവസ് കഹലായ. हुए इसी दिन मुक्त जेल से गुरु गोविंद बताते हैं, इसलिए सिख बंधु रात भर दीपक कई चलते हैं. जलाते हैं. चलते हैं ला जलाते हैं. കത്തിച്ചു വെക്കുന്നു. सच तो यह है दीप पर्व तो सबके मन को बाता है. अंधकार को दूर भगाकर घर आंगन उजलाता है. जुवाना വായിക്കാൻ റെഡിയാണോ മോളെ? ജുവാന ജുവാന റെഡിയാണോ? മിസ് എവിടെയാണെന്നൊന്നും മനസ്സിലായില്ല. ദീപാവലിയിലെ തുടക്കം തന്നെ വായിക്കുക. അത് കഴിഞ്ഞു. രണ്ടുപേര് വായിച്ചു നിർത്തി. कार्तिक समय अमावास्या का കുറച്ച് ഉറക്കെ വായിച്ചേ. प्यारी माइक ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. कार्तिक मास अमावस्या कार्तिक मास अमावस्या का प्यारी दिवाली आती है. दिवाली आती है. दिन दिन से
जहजन जगमग करती जगमग करती गाली ഗലി गाली ഗലി സജ് ജാത്തി ഹേ ഗലി എന്ന് പറഞ്ഞ തെരുവ് ടൗണുകളൊക്കെ गली गली സജ് सज ജാത്തി ഹേ जाती है ബണ്ടത്തെ മേവേ ഖീൽ ബദാശേ बढ़ते जीवे झील മേവേ हील ഖീൽ ബദാശേ हील बदाशे चलती है